ഹായ് ഓൾ, എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യൂണിഫോം സർക്കുലാർ മോഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഏത്? യൂണിഫോം സർക്കുലാർ മോഷൻ. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഈ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും അത്? നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ റൊട്ടേഷൻ ഇല്ലേ, അതെന്താണ് നമ്മുടെ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ? അതേപോലെ തന്നെ ഏതാ നമ്മുടെ ക്ലോക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ്, അതെല്ലാം എന്താണ്? യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിളുകളാണ്. എങ്കിലും നമുക്ക് നോക്കിയാലോ, എന്താണ് ഈ യൂണിഫോം സർക്കുലാർ മോഷൻ? എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഒരു ബോഡി ഒരു സർക്കുലാർ പാത്ത് കവർ ചെയ്യാണ്. എങ്ങനെ? കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു ബോഡി ഒരു സർക്കുലാർ പാത്തിനെ കവർ ചെയ്യുകയാണെങ്കിൽ ആ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോം സർക്കുലാർ മോഷൻ. എങ്ങനെ? ഇത് കണ്ടോ, ഒരു ബോഡി എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ആ സർക്കുലാർ പാത്ത് കവർ ചെയ്യുക. അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോം സർക്കുലാർ മോഷൻ. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. എന്താ? നമ്മുടെ ക്ലോക്കിന് സെക്കൻഡ് ഹാൻഡ്, അതൊക്കെ എന്താണ്? യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾ. കാരണം എന്താ? ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ആയിരിക്കും അത് കവർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തിൻ്റെ എക്സാമ്പിളാണ്? യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സീലിംഗ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതും എന്താണ്? ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്തായിരിക്കും? ഒരു കറക്റ്റായിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ഒരു വെലോസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പീഡായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? നമ്മുടെ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതേപോലെ നമുക്കിനി യൂണിഫോം സർക്കുലാർ മോഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് അത്? നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ വെലോസിറ്റിയൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ വെലോസിറ്റിയൊക്കെ? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യം തന്നെ നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? തീറ്റയാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് തീറ്റ. അപ്പോൾ എന്താണ് ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കണ്ടേ. എന്തായിരുന്നു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ്, അത് കവർ ചെയ്ത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഏത്? നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ? ഇവിടെ ബോഡി ഒരു സർക്കുലാർ പാത്താണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബോഡി എന്താണ്? ഇവിടെ ഒരു സർക്കുലാർ പാത്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കുലാർ പാത്തിൽ എന്താ? ഇതൊരു പോയിന്റിൽ നിന്ന്, ഇപ്പോൾ നമുക്ക് സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്ന് ദിസ് ഈസ് പോയിന്റ് പി, ഇവിടെ നിന്ന് പോയിന്റ് ക്യൂയിലേക്കാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ റേഡിയസ് വെക്ടർ നമ്മൾ ആറായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ റേഡിയസ് വെക്ടർ കവർ ചെയ്ത ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. മറ്റേതെന്തായിരുന്നു? പൊസിഷനിലുള്ള ചേഞ്ച് ആയിരുന്നു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ എന്താ? അത് കവർ ചെയ്ത ആംഗിളാണ് എന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതേപോലെ സർക്കുലാർ മോഷൻ വരുമ്പോഴോ റൊട്ടേഷൻസ് വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ റേഡിയസ് വെക്ടർ കവർ ചെയ്യുന്ന ആംഗിളിനെയാണ്, അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യുന്ന ഒരു ആംഗിളാണ് എന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്താ? റേഡിയൻസ് ആണ് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? SI യൂണിറ്റ് മീറ്റർ അല്ലായിരുന്നു. ഇവിടെ എന്താണ്? റേഡിയൻസ് ആണ്. അതേപോലെ ഇതെന്താണ്? നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്തുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആൻഡ് ഡയറക്ഷനും ഉണ്ട്. നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ തന്നെ അതും എന്തായിരുന്നു? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലായിരുന്നു. അതേപോലെ നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതിനും ഒരു മാഗ്നിറ്റ്യൂഡും ആൻഡ് ഓൾസോ ഒരു ഡയറക്ഷനും ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ? നമ്മൾ പറഞ്ഞ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എങ്ങനെ കണ്ടുപിടിക്കും ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന്? എങ്ങനെയാ? നോക്കിക്കേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ഏത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അവിടെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആക്സിയൽ വെക്ടറാണ്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട്, അപ്പോൾ ഇതാണ് ഇത് കവർ ചെയ്യുന്ന സർക്കിൾ. ഇപ്പോൾ പോയിന്റ് പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇപ്പം
പിയിൽ നിന്ന് ക്യൂയിലേക്കായി അതിൻ്റെ മോഷൻ. ഇങ്ങനെയാണത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യണം. അപ്പോൾ എവിടേക്കാണോ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് അതാണ് എന്തിൻ്റെ ഡയറക്ഷൻ, നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതെങ്ങോട്ടാ, ഇറ്റ് ഈസ് എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷൻ്റെ ആക്സിസിന് എലോങ് ആയിട്ടാണ് ആരുടെ ഡയറക്ഷൻ വരുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അതായത് പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ തമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, നമ്മൾ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യുന്നു, തമ്പ് ഔട്ട്വേർഡ് പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്വേർഡ് ആണ് ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇനി ഇങ്ങനെയല്ല, തിരിച്ചായിരുന്നെങ്കിലോ, ഇങ്ങനെയായിരുന്നു മോഷൻ എങ്കിലോ, ഇങ്ങനെയാണ് ഇത് കവർ ചെയ്യുന്നതെങ്കിൽ അകത്തേക്കാണ്, ഇൻവേർഡ് ആയിരിക്കും ആരുടെ ഡയറക്ഷൻ വരുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ഏത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ ആണോ? എങ്കിൽ നോക്കിക്കേ, ഹൗ ഈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണക്റ്റഡ് ടു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ എന്താണ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സർക്കിളിൽ, അതായത് ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ കവർ ചെയ്യാണ്. ഇവിടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നറിയാമോ, എലോങ് ദ ടാൻജൻറ്റ്. നമ്മളൊരു ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിൽ ടാൻജൻറ്റ് വരച്ചാൽ ആ പോയിന്റിൽ അതിൻ്റെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ടാൻജൻറ്റ് എലോങ് ദി ടാൻജൻറ്റ് ആയിരിക്കും. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്ങോട്ടാ, ഇറ്റ് ഈസ് എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള കണക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ കവർ ചെയ്യുന്നു. ഇവിടെ ഇത് പി എന്ന പോയിന്റിലാണ് ആദ്യം നിൽക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ 6. ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് 6. ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ് ഏതാ, പി ആണ്. ഇനിയും ഇതൊരു θ° കവർ ചെയ്തിട്ട് Q എന്ന പോയിന്റിൽ എത്തുന്നു. ഇവിടെ കവർ ചെയ്ത ആംഗിൾ എത്രയാ, θ ആണ് ഇവിടെ കവർ ചെയ്ത ആംഗിൾ. ഇനി ഇവിടുത്തെ ഈ ഒരു പിയിൽ നിന്ന് ക്യൂവിലേക്ക് എത്താൻ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, എലോങ് ദ സർക്കിൾ എടുത്ത ഡിസ്റ്റൻസ് നമുക്ക് x ആയിട്ട് എടുക്കാം. എങ്കിലും നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തായിരുന്നു, സെൻട്രൽ ആംഗിൾ ഈക്വൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിക്കേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെൻട്രൽ ആംഗിൾ ഇവിടെ ആരാ, θ ആണ്. അപ്പോൾ θ ഈക്വൽ ആർക്ക് ലെങ്തിൽ ആരാ കിടക്കുന്നത്, എസ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും, എസ് ബൈ റേഡിയസിൻ്റെ പകരം ആരാ, റേഡിയസിന് 6 ആണുള്ളത്. എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടുന്നത്, എസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഇതാണ് നമ്മുടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് എന്ത്, എസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ റിലേഷൻ. അതായത് എന്താണ് നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു, എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു, അവരുടെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ബേസിക് കോൺസെപ്റ്റ് ആണ് ആര്, ആംഗുലാർ വെലോസിറ്റി. നമ്മൾ ലീനിയർ വെലോസിറ്റി പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഒരു സർക്കുലർ മോഷൻ വരുമ്പോഴോ റൊട്ടേഷൻ വരുമ്പോഴോ ഒക്കെ നമ്മൾ പറയുന്നതാണ് എന്ത്, ആംഗുലാർ വെലോസിറ്റി. അവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ ഏതാ, ഒമേഗയാണ്. നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ ഏതായിരുന്നു, തീറ്റ അല്ലായിരുന്നു. ഇവിടെ എന്താണ് ആ സിമ്പൽ, ഒമേഗയാണ്. അപ്പോൾ നോക്കിക്കേ, എന്തായിരുന്നു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, എന്തായിരുന്നു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് നമ്മൾ എന്തിനെ പഠിച്ചിരുന്നത്, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനെ പഠിച്ചിരുന്നത്, ലീനിയർ വെലോസിറ്റിയെ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. എന്തായിരുന്നു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ലീനിയർ വെലോസിറ്റി? ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു ലീനിയർ വെലോസിറ്റി. എങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ് നമ്മുടെ ഒമേഗ അല്ലെങ്കിൽ എന്ത്, ആംഗുലാർ വെലോസിറ്റി.
ഇനി ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇല്ലേ, നമ്മൾ ഏത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് പറഞ്ഞേ, ആ സെയിം ഡയറക്ഷൻ ആർക്കും നമ്മുടെ ആംഗുലർ വെലോസിറ്റിക്കും ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അതും എങ്ങോട്ട് തന്നെയായിരിക്കും ഡയറക്ഷൻ? ഇറ്റ് ഈസ് ഓൾസോ എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. ആരുടെയും ഡയറക്ഷൻ? ഈ ആംഗുലാർ വെലോസിറ്റിയുടെയും ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായിരിക്കും? എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആരുടെ? നമ്മുടെ ആംഗുലാർ വെലോസിറ്റിയുടെയും അതേപോലെ തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഏത് റൂൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനിയൊന്ന് നോക്കിക്കേ, ഇതിൻ്റെ യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? റേഡിയൻസ് ആയിരുന്നു. എങ്കിൽ ഇവിടെ ഈ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അതായത് എന്താ? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നല്ലേ നമ്മൾ എന്തിനെ പറയുന്നത്? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഡെൽറ്റ തീറ്റ, അതായത് നമ്മുടെ മറ്റേതിൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആയിരുന്നു. ഇവിടെ എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? ഇപ്പോൾ ടൈമിൻ്റെ എന്താ? സെക്കൻഡ് ആണ്. അപ്പോൾ യൂണിറ്റ് എന്താണ്? റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ആരുടെ യൂണിറ്റ്? നമ്മുടെ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് റേഡിയൻസ് പെർ സെക്കൻഡ്. അടുത്ത എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. എന്താ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി? പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുമ്പോഴുള്ള ആംഗുലാർ വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ എങ്ങനെ എഴുതാം? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഡെൽറ്റ ടി ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 വരുമ്പോഴുള്ള ഏതാണ്? നമ്മുടെ ആംഗുലാർ വെലോസിറ്റി ആണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? എങ്കിൽ നോക്കിക്കേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി? നമ്മൾ മുമ്പേ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചപ്പോൾ ഇത് തന്നെ ചെയ്തായിരുന്നു. എന്തായിരുന്നു? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ആദ്യം ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി ഒരു സർക്കുലാർ പാത്ത് ഇങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇത് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. ഇവിടുത്തെ റേഡിയസ് വെക്ടറിനെ അല്ലെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എന്താണ്? ആറാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ്, ഇത് കവർ ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആറാണ്. ഇത് കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നതിനെ ഞാൻ ഡെൽറ്റ തീറ്റ എന്ന് എടുക്കുകയാണ്. ഓക്കെ ആണോ? ഡെൽറ്റ തീറ്റ എന്ന് എടുക്കുന്നു. ഇവിടെ ഈ കവർ ചെയ്ത എലോങ് ദ സർക്കിൾ കവർ ചെയ്ത ആ ഒരു ആർക്ക് ലെങ്ത് ഉണ്ടല്ലോ, അതിനെ ഞാൻ ഡെൽറ്റ എൽ എന്നെടുക്കുന്നു. ഓക്കെ ആണോ? എങ്കിൽ നമുക്കറിയാവുന്നത് എന്തൊക്കെ അറിയാം? നമ്മുടെ ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഇവിടുന്ന് ഡെൽറ്റ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ഒമേഗ ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നാം കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ഇല്ലേ? അതെങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്താ? ഡെൽറ്റ തീറ്റയാണ്. അപ്പോൾ ഡെൽറ്റ തീറ്റ ഈക്വൽ ആർക്ക് ലെങ്ത് എന്താ? ഇവിടെ ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ ബൈ റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് എന്താ? ആറാണ് ഇവിടുത്തെ റേഡിയസ് ആണല്ലോ. എങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡെൽറ്റ തീറ്റ എടുക്കാൻ പറ്റുമല്ലോ. എങ്ങനെ എടുക്കും ഇവിടുന്ന് ഡെൽറ്റ തീറ്റ? ഡെൽറ്റ തീറ്റ ഈക്വൽ ഡെൽറ്റ എൽ ബൈ ആറാണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 2-ൻ്റെയും ഇക്വേഷൻ നമ്പർ 1-ൻ്റെയും LHS ഈക്വൽ അല്ലേ ഡെൽറ്റ തീറ്റ അല്ലേ? എങ്കിൽ നമുക്ക് അതിൻ്റെ RHSനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ചെയ്യാം. അപ്പോൾ അതിൻ്റെ RHSനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒമേഗ ഡെൽറ്റ ടി ഈക്വൽ ഡെൽറ്റ എൽ ബൈ ആർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന എന്താ? ഡിവൈഡിങ് ദ ബോത്ത് സൈഡ്സ് ബൈ, രണ്ട് സൈഡിനെയും ഡെൽറ്റ ടി വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഒമേഗ ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി ഈക്വൽ ഡെൽറ്റ
L/r ഡെൽറ്റ ടി എന്നാണ് വരുന്നത്. ഈ ഡെൽറ്റ ടിയും ക്യാൻസൽ ആയി പോകും. ഈ ഡെൽറ്റ L/ഡെൽറ്റ ടി എന്താണ് ഡെൽറ്റ L/ഡെൽറ്റ ടി? അത് വെലോസിറ്റി അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഒമേഗ ഈക്വൽ V/r എന്ന് വരും. ഇവിടെ നിന്ന് V എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലീനിയർ വെലോസിറ്റി ആണ്. ഒമേഗ എന്താ? ആംഗുലാർ വെലോസിറ്റി ആണ്. എങ്കിൽ നമ്മുടെ റിലേഷൻ കിട്ടിയില്ലേ? എന്താ? V = r ഒമേഗ. ഇതാണ് നമ്മുടെ റിലേഷൻ. ആരൊക്കെ തമ്മിലുള്ള? V എന്ന് പറയുന്ന ലീനിയർ വെലോസിറ്റിയും ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? V = r ഒമേഗ. ഓക്കെ ആണോ? നമ്മൾ ഇതേപോലെ തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിന് ചെയ്ത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തായിരുന്നു S = എന്താണെന്ന് നമ്മൾ പഠിച്ചേ? ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇവിടെ എന്താ? V = r ഒമേഗയാണ്. ക്ലിയർ ആയോ? എങ്കിൽ അടുത്ത ക്വാണ്ടിറ്റി ആണ് ഏത്? ടൈം പീരീഡ്. നമ്മളിപ്പോൾ ആംഗുലാർ വെലോസിറ്റി പഠിച്ചു, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു. അടുത്തതാണ് ടൈം പീരീഡ്. എന്താണ് ടൈം പീരീഡ്? എന്താ ടൈം പീരീഡ് എന്ന് പറയുന്നത്? ഒരു പാർട്ടിക്കിള് ഒരു സർക്കിളിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിള് എന്ത് ചെയ്യുന്നു? ഒരു സർക്കുലർ മോഷനിൽ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയാൽ ഈ പോയിന്റിലേക്ക് ഈ സർക്കുലർ മോഷൻ കവർ ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ അത് തിരിച്ചെത്താൻ എടുക്കുന്ന, അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ബോഡി എടുക്കുന്ന സമയമാണ് എന്ത്? അതിൻ്റെ ടൈം പീരീഡ്. ഓക്കെ ആയോ? അതിൻ്റെ ഏത് സിമ്പലിലാണ് നമ്മൾ പറയുന്നത്? ക്യാപിറ്റൽ T എന്ന സിമ്പലിലാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ അടുത്തതാണ് എന്ത്? ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ സെക്കൻഡ്. എന്താ? ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ ഈ ഒരു പാർട്ടിക്കിൾ ഒരു 5 തവണ ഇതുവഴി പോയെന്നിരിക്കട്ടെ. അതായത് ഈ ഒരു പോയിന്റിൽ എത്രയാ? ഒരു സെക്കൻഡിൽ 5 ടൈംസ് അത് റിവോൾവ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഏത് ലെറ്റർ വെച്ചിട്ടാണ് പറയുന്നത്? ന്യൂ ആണ്. ന്യൂ വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? 5 റെവല്യൂഷൻസ് അല്ലേ വന്നത് പെർ സെക്കൻഡ്. അപ്പം 5/1 ഹേർട്സ്, അതായത് 5 ഹേർട്സ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ ആയോ? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത നമ്പർ ഓഫ് റെവല്യൂഷൻസിനെയാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്. എങ്കിൽ നോക്കിക്കേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? നമ്മൾ മുമ്പേ കണ്ട ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താ? രണ്ടുപേരും റെസിപ്രോക്കൽ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? നമ്മുടെ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ആരെ കിട്ടും? ഫ്രീക്വൻസിയെ കിട്ടും. അതായത് ന്യൂ ഈസ് ഈക്വൽ ടു 1/t. ഇതാണ് അവരുടെ റിലേഷൻ. നമ്മുടെ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷനാണ് എന്ത്? ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഇനി എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ടൈം പീരീഡ്, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി? ഇവരെ 3 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? ഇതല്ലേ അതിൻ്റെ ഇക്വേഷൻ? ഇവിടെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാണ്, ഒരു പാർട്ടിക്കിള് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് തുടങ്ങി അവിടേക്ക് തന്നെ വന്ന് ചേരുന്നു എങ്കിൽ അതിൻ്റെ തീറ്റ എന്തായിരിക്കും? 2π ആയിരിക്കത്തില്ലേ? ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 2π ആയിരിക്കും. ഇവിടെ ടീനെ നമുക്ക് ക്യാപിറ്റൽ T ആയ ടൈം പീരീഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2π/t എന്ന് എഴുതാം. അതായത് ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഒമേഗ ഈക്വൽ 2π/t. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π/t ആണ്. ഇതാണ് നമ്മുടെ ഒരു റിലേഷൻ. ഇവിടെ എന്തൊക്കെ കണക്ട് ചെയ്തു? നമ്മൾ ഒമേഗയും ടൈം പീരീഡിനെയും, അതായത് ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡിനെയും കണക്ട് ചെയ്തു. ഇനി നമുക്കറിയാവുന്ന തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ടി എന്ന് പറയുന്നത് 1/ന്യൂ ആണ്, അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് 1/t ആണെന്നല്ലേ പഠിച്ചിരുന്നേ. അപ്പോൾ ഈ ടിക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1/ന്യൂ എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ. ഒമേഗ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2π ന്യൂ എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആംഗുലാർ വെലോസിറ്റിയും
ടൈം പീരീഡും ഫ്രീക്വൻസിയുമായിട്ടുള്ളൊരു റിലേഷൻ നമുക്ക് കിട്ടിയില്ലേ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു 2πν. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ആളാണ് ആര്? നമ്മുടെ ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷനിൽ നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എന്താ? ഒമേഗയാണ്. ഒമേഗയല്ല, നമ്മൾ ആൽഫയാണ്. ആംഗുലാർ ആക്സലറേഷനിൽ കൊടുക്കുന്ന സിമ്പൽ എന്താണ്? ആൽഫയാണ്. എങ്കിൽ എന്തായിരുന്നു മക്കളെ ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത്? എന്തായിരുന്നു? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരുന്നു എന്ത്? ലീനിയർ ആക്സലറേഷൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി എന്ന് പറയാം അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ആംഗുലാർ ആക്സലറേഷൻ എങ്ങനെ പറയാൻ പറ്റും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയാം. ആണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ എന്ന് പറയുന്ന നമ്മുടെ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? ആംഗുലാർ വെലോസിറ്റി ആണ്. ആണല്ലോ. ഇവിടെ അടുത്തത് എന്താ? ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻസ്റ്റന്റിൽ ഉള്ള ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി ആണ് എന്ത്? നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. അടുത്തത് എന്തായിരിക്കും ഇവിടുത്തെ യൂണിറ്റ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തായിരിക്കും ഇവിടുത്തെ യൂണിറ്റ് വരുന്നത്? നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? റേഡിയൻസ് ആയിരുന്നു. ആംഗുലാർ വെലോസിറ്റി എന്തായിരുന്നു? റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരുന്നില്ലേ? ഇവിടുത്തെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താ? ആൽഫ എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി അല്ലേ? ഡെൽറ്റ ഒമേഗയുടെ യൂണിറ്റ് എന്തായിരുന്നു? റേഡിയൻസ് പെർ സെക്കൻഡ്. റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരുന്നു ഒമേഗയുടെ യൂണിറ്റ്. ടൈം പീരീഡിൻ്റെ എന്താ? സെക്കൻഡ് ആണ്. എങ്കിൽ എന്താ നമുക്ക് യൂണിറ്റ് കിട്ടാൻ പോകുന്നത്? റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആരുടെ യൂണിറ്റ്? നമ്മുടെ ആംഗുലാർ ആക്സലറേഷൻ ആൽഫയുടെ യൂണിറ്റ് ആണ് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. എങ്കിൽ അടുത്തത് നോക്കിക്കേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സലറേഷൻ? നമ്മൾ എല്ലാത്തിൻ്റെയും ലീനിയറും അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗുലറും തമ്മിൽ റിലേറ്റ് ചെയ്തില്ലേ? ആദ്യം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേറ്റ് ചെയ്തു. തൊട്ട് മുമ്പ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി ലീനിയർ വെലോസിറ്റി റിലേറ്റ് ചെയ്തു. ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യും? നോക്കിക്കേ, നമുക്ക് V is equal to R omega അറിയാം. എന്താ? ലീനിയർ വെലോസിറ്റി ഈക്വൽ റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിൽ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? ഡി വി ബൈ ഡി ടി ഈക്വൽ ഡി ബൈ ഡി ടി ഓഫ് ആർ ഒമേഗ ആണല്ലോ. ഇവിടെ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ദെയർഫോർ എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഡി വി ബൈ ഡി ടി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി എന്തായിരുന്നു? ആക്സലറേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കിതിനെ ആക്സലറേഷൻ എന്ന് എഴുതാമല്ലോ. ഈക്വൽ ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആൽഫ ആംഗുലാർ ആക്സലറേഷൻ ഇല്ലേ? അതാണ് നമ്മുടെ ഡി ഒമേഗ ബൈ ഡി ടി. എങ്കിലും നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആർ ആൽഫ. എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ 3 റിലേഷൻസ് ആണ് പഠിച്ചത്. ഇനിയാണ് നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷൻ അല്ലേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ യൂണിഫോം സർക്കുലർ മോഷൻ ഒരു ആക്സലറേറ്റഡ് മോഷൻ ആണോ? നമ്മൾ ആദ്യം ഇത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു എന്താ? യൂണിഫോം സർക്കുലർ മോഷന് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പാർട്ടിക്കിൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ ഈ സ്പീഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അവിടെ ആക്സലറേഷൻ വരുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇവിടെ ഈ സ്പീഡ് അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. പാർട്ടിക്കിൾ കവർ ചെയ്യുന്ന ആ ഒരു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇവിടെ എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ എല്ലാ പൊസിഷനിലും എല്ലാ ടൈമിലും എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താ? ഇവിടെ ഈ പാർട്ടിക്കിള് ഈ ഒരു സർക്കുലാർ മോഷൻ കവർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സിമിലർ ആണ്.
മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ എന്താണ്, ഓരോ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, അവിടുത്തെ ടാൻജൻറ്റ് എലോങ് ദ ടാൻജൻറ്റ് ആയിരിക്കും. ഇനി ഈ ഒരു പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, എലോങ് ദ ടാൻജൻറ്റ്. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇവിടുത്തെ വെലോസിറ്റിയും എലോങ് ദ ടാൻജൻറ്റ്. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെ എലോങ് ദി ടാൻജൻറ്റ് ആയിരിക്കും. അതായത് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. കണ്ടിന്യൂസ് ആയിട്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ല, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് കാണും, ആക്സിലറേഷൻ കാണും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. എന്ത്, ഇത് കണ്ടോ, ഇതേപോലെ എന്താണ് നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതിലൊരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. അവിടെയുള്ള നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷനുള്ള ആക്സലറേഷൻ്റെ പേരാണെന്ത്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എന്താണ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നമ്മളിപ്പോൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു, ഈ ബോഡി ഒരു സർക്കുലർ പാത്താണ് കവർ ചെയ്യുന്നത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്, കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കാണും, അവിടെ ഒരു ആക്സലറേഷൻ കാണും. ആ ആക്സലറേഷൻ്റെ പേരാണെന്ത്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇവിടെ ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും മക്കളെ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മളിപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ആംഗുലർ വെലോസിറ്റിയുടെയൊക്കെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, പേരിൽ തന്നെയുണ്ട്. എങ്ങോട്ടാ, ടുവേർഡ്സ് ദ സെൻറ്റർ. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, ടുവേർഡ്സ് ദ സെൻറ്റർ. സെൻറ്ററിലേക്കായിരിക്കും. നമ്മുടെ ഈ സർക്കുലർ മോഷനിൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും ആര്, ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമ്മുടെ ലീനിയർ വെലോസിറ്റി എങ്ങനെയായിരിക്കും, എലോങ് ദി ടാൻജൻറ്റ്. നമ്മൾ ഓരോ പൊസിഷനിലും ആ പാർട്ടിക്കിളിൻ്റെ ലീനിയർ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, എലോങ് ദ ടാൻജൻറ്റ് ആയിരിക്കും. എന്താണ് ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, എന്താ, എലോങ് ദി ടാൻജൻറ്റ്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ലീനിയർ വെലോസിറ്റിയുടെയും എന്തിൻ്റെയും, നമ്മുടെ ആക്സലറേഷൻ്റെയും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ. എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കൊരു എക്സ്പ്രഷൻ, ഇക്വേഷൻ വേണ്ടേ, ഒരു ഫോർമുല വേണ്ടേ? അതാണ് നമ്മൾ ഇനിയും ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു പാർട്ടിക്കിള് സർക്കുലർ മോഷൻ കവർ ചെയ്യാണ്. ഇത് 6 റേഡിയസ് ഉള്ളൊരു സർക്കിളാണ് കവർ ചെയ്യുന്നത്. ഈ പോയിന്റ് പി, അവിടുന്ന് ഇത് ക്യൂവിലേക്ക് എത്തുന്നു. എത്രയാണ് ആംഗിൾ കവർ ചെയ്യുന്നത്, ഡെൽറ്റ തീറ്റ എന്ന ആംഗിളാണ് ഇവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, റേഡിയസ് എന്താണ്, എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ഡെൽറ്റ ആർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനിയും ഇവിടെ ഈ പി എന്ന് പറയുന്ന പൊസിഷനിലും ക്യൂ എന്ന് പറയുന്ന പൊസിഷനും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലീനിയർ വെലോസിറ്റി എങ്ങനെയായിരിക്കും, എലോങ് ദ ടാൻജൻറ്റ് ആയിരിക്കത്തില്ലേ, എലോങ് ദി ടാൻജൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തതിനെ ഞാൻ വി എന്ന് എടുക്കുന്നു, ഇവിടുത്തത് ഞാൻ വി ഡാഷ് എന്ന് എടുക്കുന്നു. ഓക്കെ ആണോ? എങ്കിൽ ഈ വെലോസിറ്റി വെക്ടറിനെ നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വരച്ചാലോ. മാറ്റി വരയ്ക്കുമ്പോൾ എങ്ങനെ വരും, ഇതാണ് വി, ഇതാണ് നമ്മുടെ വി ഡാഷ്. എങ്കിൽ ഇങ്ങനെ എനിക്കിത് ഈ ഒരു വെക്ടർ ഡെൽറ്റ വി എന്ന് വരയ്ക്കാമല്ലോ. ഇത് നോക്കിക്കേ, ഇത് ഏത് ലോ ഓഫ് വെക്ടർ അഡീഷനാ, നമ്മുടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലേ. നോക്കിക്കേ, ഇവിടെ വി ഡാഷ് എന്ന് പറയുന്നത് വിയുടെയും ഡെൽറ്റ വിയുടെയും സമ്മാണ്, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടെയും ഈ വിയുടെയും വി ഡാഷിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ത് തന്നെയാണ്, ഡെൽറ്റ തീറ്റ തന്നെയാണ് ഇവരുടെ ഇടയിലുള്ള ആംഗിൾ. എങ്കിൽ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു സർക്കിൾ, അതായത് ഒ പി ക്യൂ, ഇതാണ് നമ്മുടെ ഒ പി ക്യൂ എന്ന സർക്കിൾ. ഈ ഒ പി ക്യൂ എന്ന സർക്കിളിൽ ഈ ആംഗിൾ വരുന്നത് ഡെൽറ്റ തീറ്റയാണ്. അതിൻ്റെ ബാക്കി ഈ 2 സൈഡുകളും എന്താ, റേഡിയസ് ആണ്, അത് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ആണല്ലോ, ആ സെയിം സാധനം നമ്മുടെ ഈ ഒരു ഇതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം, LMN എന്നങ്ങ് പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ ഡെൽറ്റ തീറ്റയാണ്. ഈ 2 സൈഡും എന്താ, നമ്മുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, എപ്പോഴും ത്രൂ ഔട്ട് ദ മോഷൻ സെയിം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും.
എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ ഇവിടുത്തെ ഒ പി ക്യു എന്ന ട്രയാങ്കിളും എൽ എം എൻ എന്ന ട്രയാങ്കിളും എന്താണ്? സിമിലർ ട്രയാങ്കിളുകളാണ്. ഓക്കെ ആണോ? ഈ രണ്ട് ട്രയാങ്കിളുകളും എന്താണ്? സിമിലർ ആണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിളുകളാകുമ്പോൾ അവരുടെ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? എങ്കിൽ നമുക്ക് ഇവരുടെ സൈഡിൻ്റെ റേഷ്യോ ഒന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ, നമുക്കിവിടെ എം എൻ ബൈ ക്യു പി ഈക്വൽ എൽ എം ബൈ ഒ പി എന്നെടുക്കാം. ഇവിടെ എം എന്നിന് പകരം നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ വി എന്ന് എഴുതാം. ക്യു പിക്ക് പകരം എന്തെഴുതാം? ഡെൽറ്റ ആർ എന്ന് എഴുതാം. എൽ എമ്മിന് പകരം എന്തെഴുതാൻ പറ്റും? വി എന്ന് എഴുതാം. ഒ പിക്ക് പകരം ആർ എഴുതാം. ഇപ്പം എന്ത് വന്നു? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഡെൽറ്റ ആർ എന്ന് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. രണ്ട് സൈഡിനെയും ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ഡെൽറ്റ ടി. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ വി ഡെൽറ്റ ആർ ബൈ ആർ ഡെൽറ്റ ടി ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ആക്സലറേഷൻ അല്ലേ? ഏത് ആക്സലറേഷൻ? സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ആണ്. എ സി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇവിടെ എന്ത് കിട്ടും? വി ബൈ ആർ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്താ കിട്ടാൻ പോകുന്നത്? വെലോസിറ്റി അല്ലേ? വി അല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്? ലീനിയർ വെലോസിറ്റി അല്ലേ ഇവിടെ കിട്ടാൻ പോകുന്നത്? ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ വെലോസിറ്റി ആണ്. അപ്പോൾ വി ബൈ ആർ ഇൻറ്റു വി ആണ് കിട്ടുന്നത്. അതായത് എ സി എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ഈക്വൽ വി സ്ക്വയർ ബൈ ആർ. നമ്മുടെ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. എന്താണ്? എ സി ഈക്വൽ വി സ്ക്വയർ ബൈ ആർ ആണ്. നമ്മളിത് തൊട്ട് മുമ്പ് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന റിലേഷൻ എന്താണെന്നാണ് പറഞ്ഞേ? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. എങ്കിൽ നമുക്ക് എ സിയെ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയറിന് പകരം എന്തെഴുതാം? ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ ആണ്. ഈ രണ്ട് ആറും ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി നമുക്ക് കിട്ടുന്ന സെൻട്രിപീറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ എന്താ? ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ രണ്ട് എക്സ്പ്രഷൻസ് ആണ് സെൻട്രിപീറ്റൽ ആക്സലറേഷന് കിട്ടിയത്. ഏതൊക്കെയാ? എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ഏത്? ലീനിയർ വെലോസിറ്റിയുടെ ടേമിലുള്ളത്. എ സി ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ആണ് എന്ത്? ആംഗുലാർ വെലോസിറ്റിയുടെ ടേമിലുള്ള സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. അപ്പോൾ ഈ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ക്ലിയർ ആയോ? ഇതിൻ്റെ എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാം ഇത് പരീക്ഷയ്ക്ക് പഠിക്കണം. ഓക്കെ, എങ്കിലും നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷൻ. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു, ആംഗുലാർ വെലോസിറ്റി പഠിച്ചു, ടൈം പീരീഡ്, ഫ്രീക്വൻസി, സെൻട്രിപീറ്റൽ ആക്സലറേഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനിയും ഈ ഒരു മോഷൻ നോൺ യൂണിഫോം ആയിരുന്നെങ്കിലോ എന്ത് പറ്റും? നോൺ യൂണിഫോം ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റേഡിയൽ ആക്സലറേഷനും അതേപോലെ തന്നെ ടാൻജൻഷ്യൽ ആക്സലറേഷനും വരും. എന്തൊക്കെ വരും? നോൺ യൂണിഫോമിൽ ഇവിടെ റേഡിയൽ ആക്സലറേഷനും ആൻഡ് ഓൾസോ ടാൻജൻഷ്യൽ ആക്സലറേഷനും വരും. നമ്മുടെ യൂണിഫോമിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഏതൊക്കെ ആക്സലറേഷൻ വരും? റേഡിയലും അതേപോലെ ടാൻജൻഷ്യലും വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ, ഇതാണ് നമ്മുടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇവരെ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാം? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ഇവരുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇതാണ് നമ്മുടെ ഇവരുടെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ആണല്ലോ. എങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിസൾട്ടൻ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ടാൻജൻഷ്യൽ ആക്സലറേഷനും റിസൾട്ടൻറ്റുമായിട്ടുള്ള ആംഗിൾ എടുക്കണം, അതിൻ്റെ ടാൻ എടുക്കണം. അപ്പോൾ എങ്ങനെ വരും? ടാൻ തീറ്റ ഈക്വൽ എന്തെന്ന് വരുന്നത്? എ സി ബൈ എ ടി എന്ന് വരുന്നു. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? ടാൻ ഇൻവേഴ്സ് എ സി ഡിവൈഡഡ് ബൈ എ ടി.
അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ രണ്ട് ആക്സലറേഷൻസ് ഏതൊക്കെ വരും? റേഡിയൽ ആക്സലറേഷനും ടാൻജൻഷ്യൽ ആക്സലറേഷനും വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായിരുന്നു? യൂണിഫോം സർക്കുലർ മോഷനും അതിൻ്റെ ബന്ധപ്പെട്ട കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും കുറേ കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ എന്താണ് നോൺ യൂണിഫോം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ യൂണിഫോം സർക്കുലർ മോഷൻ്റെ കുറേ എക്സാമ്പിൾസ് കാണുന്നുണ്ടല്ലേ? അപ്പോൾ അതെല്ലാം എന്തൊക്കെയാണെന്ന് ഇനി അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നും അതുപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്കിനി അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.